ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഒരു ഊണ് തയ്യാറാക്കാം. ആദ്യമേ ഞാൻ ചേന മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. 250 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ ചേന നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഈ പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിലേത് തന്നെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ചേനയ്ക്ക് നല്ല വേവുണ്ട്. അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെ ഒക്കെ അളവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച് ആ ചേന ഇട്ട് കൊടുക്കുക. ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചേന മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരവിയൽ ഉണ്ടാക്കും. എല്ലാ കഷ്ണങ്ങളും ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള കഷ്ണം വെച്ച് ഒരു അടിപൊളി ഒരവിയൽ ഉണ്ടാക്കാം. ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ചേനയുണ്ട്, ഏത്തക്കയുണ്ട്, ക്യാരറ്റുണ്ട്, ഓമയ്ക്ക എടുത്തിട്ടുണ്ട്, ചേമ്പുംതാൾ എടുത്തിട്ടുണ്ട്, പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 15 കൊച്ചുള്ളി 3 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് അടപ്പടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ ഞാൻ സദ്യ അവിയൽ നേരത്തെ വെള്ളമൊന്നും ചേർക്കാത്ത സദ്യ അവിയൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം. അത് കഷ്ണങ്ങൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനുള്ള തേങ്ങയൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. നല്ല വലിയ ഒരു മുറി തേങ്ങയായിരുന്നു. അത് തിരുമ്മി ചതച്ചൊന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച് തേങ്ങായി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പടച്ച് വെച്ച് അത് ആവി കയറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുൻപ് കഷ്ണം ഒക്കെ വെന്ത് വരുന്ന സമയത്ത് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അവിയൽ വാങ്ങി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അവിയലാണ്. ഇതുപോലെ അവിയൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സാധനങ്ങളും ഇല്ലെങ്കിലും ശരി, നമുക്ക് നല്ല രീതിയിൽ അവിയൽ ഉണ്ടാക്കാൻ നോക്കും. ഇനി നമുക്കിത് പാത്രത്തിലോട്ടൊന്ന് വിളമ്പാം. കുത്തരി ചോറുണ്ട്, അവിയലുണ്ട്, ചേന മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ പുളിയിഞ്ചിയുണ്ട്, തൈരും കാന്താരി മുളകും പപ്പടമുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ആ പുളിയിഞ്ചിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതും ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം വിളമ്പി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.